ചെറിയൊരു ഇഷ്യൂ അവിടെ വന്നു. അതായത് ആദ്യം 2,900 ആണെന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് 2,900 അയച്ചു കൊടുത്തു. 10 പേർക്ക് 29,000 രൂപ അയച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് 600 കൂടി വേണം, അതായത് 3,500 മൊത്തം പേയ്മെൻറ്റ്. അപ്പോൾ ബാക്കി പൈസയും കൂടെ നിങ്ങൾ അടയ്ക്കണം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് ഈ ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ എപ്പോഴെപ്പോഴും പൈസ മാറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ ഗിന്നസ് റെക്കോർഡ് തരുന്ന ആ ഒരു സമയത്തും കൂടി നിങ്ങൾ ചിലപ്പോൾ അതിനും കൂടി പൈസ വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രക്ഷിതാക്കളോട് ഞാൻ എന്ത് ചോദിക്കുന്നു ചോദിച്ചപ്പോഴാണ് നമ്മളെ മൃദംഗണ്ണം പറയുന്നത്, ഗിന്നസ് റെക്കോർഡ് നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് വെറും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമാണെന്നുള്ളത്. അതായത് വെറും 12,000 ആളുകൾക്ക്, ഈ 12,500 ആളുകളുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഈ 12,000 ആളുകൾക്കും വെറും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ദിവ്യ ഉണ്ണി ചേച്ചിക്കും ഈ കമ്പനിക്കുമാണ് ഗിന്നസ് റെക്കോർഡ് എന്നുള്ളത്. അതവിടെ പറഞ്ഞ സമയത്ത് ഇവർ പറഞ്ഞു ക്യാഷ് റീഫണ്ട് വേണം, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, വെറും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾക്ക് ഇത്രയും പൈസ എന്നിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളുടെയും ഭാവിക്ക് വളരെ നല്ലതാണ്. കാരണം അവർക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു സ്ഥാപനം തുടങ്ങുക അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ വളരെയധികം ഉപകരിക്കും. പക്ഷേ ഈ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും വരണ്ടാവില്ല. അത് 1-2 ആൾക്കൊന്നുമല്ല, 12,500 പേർക്കാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അത് അവരുടെ കമ്പനിയിൽ തന്നെ വെറും കളർ മുക്കി അടിച്ചു കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. അതിന് എന്ത് വാല്യൂ ഉണ്ടാവുക? ഇത് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു ക്യാഷ് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് നീങ്ങാൻ കൺസ്യൂമർ കോർട്ടിലേക്ക് പോകാനൊക്കെ വളരെ ധാർഷ്ട്യത്തോട് കൂടിയിട്ട് ഈ ഒരു ചേച്ചിയോട് സംസാരിച്ചത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു,